എല്ലാം ലവ് ജിഹാദും മറ്റുള്ള ഒത്തിരി പറയുന്ന രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല, ഇന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെയും എന്നെ ഇത് സമൂഹം ഇതുവരെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പ്രാവശ്യമല്ലേ എന്നെ വിളിച്ചാൽ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് വിളിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായില്ല. നമ്മൾ CBIയുടെ അന്വേഷണ റിപ്പോർട്ട്, CBI അല്ല ഇതുവരെ അന്വേഷിച്ച ജസ്ന മിസ്സിംഗ് കേസിൽ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു. ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിച്ചു. ഈ CBI അന്വേഷിക്കുന്ന പോലെ, ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയുന്നുണ്ട്, എപ്പോഴും ഉണ്ട്. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. ആ സൂചന കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അന്ന് വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും CBIക്കൊന്നും അറിയില്ല. അപ്പോൾ അതാണ് 6 മാസ കാലാവധി കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് CBIയുടെ അഡ്വക്കേറ്റ് ഇന്നലെ വന്ന് CBI അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം കോടതിയിൽ ഹാജരാണ്, 19-ാം തീയതി ഹാജരാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ച കാര്യങ്ങൾ പറയാൻ കഴിയും എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നു. അതോ CBI അല്ല, ഞങ്ങൾ ഇപ്പോൾ സൂചന കൊടുത്തല്ലോ, ഞങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അവർ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വരും. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം, ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഈ അപ്ഡേറ്റ് കൊടുത്തതിനേക്കാൾ ഉണ്ട്, അത് കൊടുക്കും. ഈ പറഞ്ഞ നമ്മളൊരു സത്യവാങ്മൂലത്തിൽ ഒരാളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒരു സുഹൃത്ത്. അപ്പോൾ അങ്ങനെ നേരിട്ട് പരിചയമുണ്ടോ പുള്ളിയെ? പറയും, അതെല്ലാം 19-ാം തീയതി ഞാൻ പറയും. ഇതിന് മുൻപേ നമ്മൾ അന്വേഷിച്ചതിൽ നമുക്കായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ലോക്കൽ ആൾക്കാരും എല്ലാം കൂടെ പിതാവ് അല്ല വീട്ടിലാണ് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോളിഗ്രാഫിനും ബ്രെയിൻ മാപ്പിങ്ങിനും ബാംഗ്ലൂർ പോയി വിധേയനായി. അതുപോലെ എബിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ഇവളുടെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ടെന്ന് പറയുന്നുണ്ട്, എബിനും ഞാനും ഒക്കെ ഒന്നിച്ചവിടെ പോയത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ആയാലേ നമുക്ക് മറ്റൊരാളിലേക്ക് ചൂണ്ടാൻ പറ്റുള്ളൂ. ആ ചൂണ്ടാണ് ഇപ്പം മറ്റുള്ളവർക്ക് വരുന്നത്. അല്ല, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല. നമ്മൾ സംശയം വന്നവർ അല്ല സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ആ ഭാഗത്തു നിന്ന് അവരെ ഒഴിവാക്കി ക്ലിയർ ചെയ്തു. സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പയ്യൻ ഞാനും ഇവിടെ ഒന്നിച്ച് ബാംഗ്ലൂരുണ്ടായിരുന്നു. അപ്പോൾ അവനെ ബ്രെയിൻ മാപ്പിനും പോളിക്കൊക്കെ വിധേയനായി. അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കില്ല എന്ന് CBIക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പം പിന്നെ ജീവിച്ചിരിക്കുന്നില്ല കരുതുന്നില്ല എന്ന് പറയാൻ, ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് വിളിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായില്ല. അതുതന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിലെ വീഴ്ച കൊണ്ട് അപായപ്പെടുത്തി കാണും. പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി കാണും, അപായപ്പെടുത്തി കാണും. തീർച്ചയായിട്ടും അതിലൊരാൾക്ക് കൃത്യമായ രീതിയിലുള്ള പങ്കുണ്ട്, ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് കൃത്യമായി ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്തായാലും നമ്മളൊരു അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കും തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കൊടുക്കും. ഏകദേശം എന്താണെന്നുള്ളൊരു കഥ നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഉണ്ട്, കൊടുക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നിരന്തരമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടീമുണ്ട് എനിക്ക്. ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി എൻ്റെ സുഹൃത്തുക്കളായ കുറേ ആൾക്കാർ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള അതൊക്കെ ചുമ്മാ പറയുന്ന ഒന്നുമില്ല. മീൻസ് ഈ മേഖല വിട്ടു പോയിട്ടില്ലെന്നോ? ഇവിടെ തന്നെ ഈ മുണ്ടക്കയം പരിസരം തന്നെ, അതിനപ്പുറത്തില്ല. എല്ലാം ലവ് ജിഹാദും മറ്റുള്ള ഒത്തിരി പറയുന്ന രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല, ഇന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെയും എന്നെ ഇത് സമൂഹം ഇതുവരെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പ്രാവശ്യമല്ലേ എന്നെ വിളിച്ചാൽ. തീർച്ചയായിട്ടും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കൊടുക്കും. 19-ാം തീയതി അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു നോക്കും. ഇല്ലെങ്കിൽ ഞാൻ CBIയുടെ SP കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBIയുടെ SP വിളിച്ച് അവരുടെയിലും അതുപോലെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കൊടുക്കും, ലോക്കൽ പോലീസിലോ CBIയിലെ ഇപ്പോഴത്തെ അങ്ങ് കരുതുന്ന പോലെ ഒരു ലവ് ജിഹാദ് അല്ലാത്തരത്തിൽ വർഗീയമായിട്ടൊക്കെ ഈ കാര്യത്തെ വേർതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അപ്പോൾ അത്തരത്തിലൊന്നും അല്ല. തീർച്ചയായിട്ടും അല്ല, അന്നും ഞാൻ പറയുന്നുണ്ട്, അല്ല. ഈ ഒരു ഭാഗത്തുള്ള ചിട്ട തന്നെയാണ് അത് തന്നെ. അതായത് ആധാറില്ല, പാൻ കാർഡില്ല, പൈസ അക്കൗണ്ടിൽ നിന്ന് മാറിയിട്ടില്ല, അവിടെ ബുക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ പുറത്തെങ്ങനെ പോകും? എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ആധാറൊക്കെ വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഇല്ല. അതായത് കോവിഡ് സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് CBI അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ടുണ്ട്. ജസ്നയുടെ ആധാറുമായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അന്വേഷിച്ചിട്ടില്ല, CBI അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നല്ലപോലെ തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്റർപോളിൻ്റെ സഹായത്തോടെ അവർ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ CBIയുടെ സഹകരണം കണ്ട ഉദ്യോഗസ്ഥരുടെ അല്ല, ഞാൻ വിളിച്ച ഏത് സമയത്തും എടുക്കുന്നുണ്ട്, ഞാനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്.
പക്ഷെ അവരെത്തിപ്പെടാത്ത വഴിയിലേക്ക് ഞാൻ ഇച്ചിരി വിരൽ ചൂണ്ടിയെന്നുള്ളൂ. അവർ വിട്ടുപോയ ചില കാര്യങ്ങളെ നമ്മൾ അത്രയേ ഉള്ളൂ, കേന്ദ്രീകരിച്ച് അത്രയേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ.